ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാൻ ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ കമലയും നമ്മുടെ ശിവശങ്കരമേനോനും പഠിച്ച പണി 18 നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹരിനെ ഒന്ന് വെളിയിൽ ഇറക്കിയേ പറ്റത്തുള്ളൂ. കാരണം ബാക്കി 5 പേരിൽ ബാക്കി 5 പേരുമല്ല, ആകെ 5 പേരിൽ ഇപ്പം 4 പേരും പുറത്തു വന്നു. ഇനിയിപ്പം നമ്മുടെ ഹരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഹരിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ശിവശങ്കരമേനോൻ ഡയറക്റ്റായിട്ട് ചെന്ന് നമ്മുടെ ശരണ്യയുടെ അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് സംസാരിച്ച് ആ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടൊന്ന് ആദ്യം ഒന്ന് രമ്യതയിലൊക്കെ സംസാരിച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കൂട്ടായി നല്ല രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പതുക്കെ കാര്യത്തിലേക്കൊക്കെ കടക്കാമെന്ന് ഇയാൾ തന്നെ പറയുകയാണ്. അപ്പോൾ കമൽ പറഞ്ഞ് എന്ത് വില കൊടുത്താണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുടുംബം മുഴുവൻ വിറ്റെന്ന് പറഞ്ഞാൽ കൂടി കുഴപ്പമില്ല, എൻ്റെ മോനെ പുറത്തിറക്കണം, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഇത്രയും നാളായി ഒന്ന് ചൊവ്വേനേരം ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ കൊച്ചിൻ്റെ മുഖം എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അവനെ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, കമലെ നീ മിണ്ടാതിരിക്കുക, അവൻ ചെയ്ത തെറ്റ് ചെയ്തത് തന്നെയാണ്. പിന്നെ ഈ പോസ്പോ കേസിൻ്റെ ഒക്കെ കാര്യം അവൻ എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പം എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ആ ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ച് അത് ഇച്ചിരി നെറിയുള്ള കൊച്ചായതുകൊണ്ട് ആ കൊച്ചും ചിലപ്പം അതിനൊന്നും വില്ലിങ്ങായി കാണത്തില്ല, അപ്പം അതൊന്നും സംഭവിച്ചു കാണത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നടന്നത് പോസ്പോ കേസ് ആവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ജാമ്യം എങ്ങനെയെങ്കിലും കിട്ടും. ഈ പോസ്പോ കേസ് ഉള്ളത് കൊണ്ടാണ് ജാമ്യം കിട്ടാത്തതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം പറ്റാത്തതെന്ന് അയാൾ പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ നമ്മുടെ കമലയും ശിവശങ്കരമേനോനും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചേർന്ന് ഇറക്കാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി. ഈ പുള്ളിക്കാരനും പറഞ്ഞു, ശിവശങ്കരമേനോട് പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് പൈസ വെച്ച് തന്നെ ഒരു കളി കളിക്കാം, അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലല്ലോ. ഇനിയിപ്പോൾ ആ പെണ്ണിൻ്റെ എല്ലാ ചിലവും ഏറ്റെടുക്കുകയോ ആ പെണ്ണിനെ ദത്തെടുക്കുന്ന പോലെ എടുക്കുകയോ അവർ പറയുന്ന എന്ത് ഡിമാൻഡാണെന്ന് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. അവരങ്ങനെ ഒരു ഡിമാൻഡ് ഇടുകയാണെങ്കിൽ ഓക്കെയാണ്, ഡിമാൻഡ് ഇട്ടില്ലെങ്കിൽ അറിയത്തില്ല. പിന്നെ സമുദായക്കാരും രാഷ്ട്രീയക്കാരും നാട്ടുകാരും മുഴുവനും ഇപ്പം അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. കാരണം ആ രോഹിത് എന്ന് പറയുന്ന അവനെ മൊഴി മാറ്റി പറഞ്ഞ് അവനെ ജാമ്യത്തിൽ ഇറക്കിയതൊക്കെ അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം ഈ നാട്ടുകാരും സമുദായക്കാരും രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടാത്തത് കൊണ്ട് തന്നെ അവർക്ക് കയ്യിലൊന്നും തടയത്തുമില്ലായിരിക്കും. പണ്ടൊക്കെ ബക്കറ്റ് വിരുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. പിന്നെ അവിടെ നിന്ന് വാഗ്ദാനം ജോലിയൊക്കെ ചെയ്ത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇനി അതൊന്നും കിട്ടാനൊന്നും വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം, നമുക്ക് പഠിച്ച പണി 18 നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ പോകുന്നത് നമ്മുടെ ശരണ്യയുടെ അച്ഛനെ കാണാനാണ്. ഇങ്ങനെ ശരണ്യയുടെ അച്ഛനെ പോയി കാണുന്നു. ആദ്യം വളരെ നല്ല രീതിയിൽ തന്നെ ആ പുള്ളിക്കാരൻ സംസാരിക്കുകയാണ് കേട്ടോ. കാരണം ശരണ്യയുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളുടെ ജീവിതം രക്ഷിക്കണം, നിങ്ങളുടെ മകളുടെ ജീവിതം നല്ലതാകണം, നിങ്ങളുടെ മകളുടെ ജീവിതം നല്ലതാകണമെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല, നാട്ടുകാർ അതും ഇതുമൊക്കെ പറയാനൊക്കെ കാണും, നാട്ടുകാരും രാഷ്ട്രീയക്കാരും സമുദായക്കാരൊക്കെ അതും ഇതുമൊക്കെ പറയാൻ കാണും. നിങ്ങൾ ഇരുത്തി ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചീപ്പർ ജോലിയോ വല്ലതും കിട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം കൊച്ചിന് ജീവിക്കണ്ടേ? അവൾക്ക് നാണക്കേട്, സമൂഹത്തിൽ എന്തൊരു നാണക്കേടാണ്. അവൾ ആരാണ് എന്താണെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവൾക്ക് ജീവിക്കണമെങ്കിൽ എന്താ വേണ്ടത്? പണമല്ലേ വേണ്ടത്. അപ്പോൾ പണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചെറ്റക്കുടിയിൽ കിടന്ന് ഞങ്ങൾക്ക് എങ്ങനെയാ സാറേ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഞാൻ എന്താ എൻ്റെ മോക്ക് വേണ്ടി ചെയ്യേണ്ടത്? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് രക്ഷപ്പെടാനും നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനും അതുപോലെ നിങ്ങൾക്ക് 2 ആമക്കളല്ലേ, അവരുടെ ഭാവിയൊക്കെ സുരക്ഷിതമാക്കാനും പറ്റിയൊരു അവസരമാണെന്ന് കൂട്ടിയാൽ മതി. വേറെ ഒന്നുമല്ല, ശിവശങ്കരമേനോനുമായിട്ടൊന്ന് സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാകും. നിങ്ങളുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് കേട്ട ഉടനെ എൻ്റെ ദൈവമേ, നമ്മുടെ പ്രഭാകരൻ, ഓഹോ, ഇപ്പം നിങ്ങളും സംസാരിക്കുന്നത് ഞാൻ അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നും എൻ്റെ മകളെ ഈ ഗതിയിലാക്കി നാണക്കേട് വരുത്തി വെച്ച് എൻ്റെ മകളെ സ്നേഹിച്ചു വഞ്ചിച്ച് എല്ലാവർക്കും പിച്ച് ചീന്താനായിട്ട് ഇട്ടുകൊടുത്ത അവന് ഞാൻ അവനെ രക്ഷിക്കണം എന്നാണോ പറയുന്നത്? ഒരിക്കലും അതിന് എന്നെ കൊണ്ടാവില്ല. ഒരിക്കലും അവനെ ഞാൻ രക്ഷിക്കാൻ കൂട്ട് നിൽക്കത്തില്ല. പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് കോടികൾ വില മതിക്കുന്ന എന്ത് തന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇനി ഒരച്ഛനും ഇങ്ങനെ ആകരുത്. താങ്കൾക്കൊരു മകളുണ്ടെങ്കിൽ താങ്കളുടെ മകൾക്ക് ഈ അവസ്ഥ വരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യും? തനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? താൻ അപ്പോഴും ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, എടോ, തന്നോട് ഞാൻ വേറൊന്നും കൊണ്ടും അല്ല ഇതൊക്കെ സംസാരിക്കുന്നത്. സംഭവിച്ചത് സംഭവിച്ചു. അതിനി മായ്ച്ചു കളയാനോ
അല്ലെങ്കിൽ പിന്നെ സംഭവിച്ചത് മറന്നു പോകാനോ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ലെന്നറിയാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ലോകത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമല്ലോ. ഒരു കയ്യബദ്ധം ആ ചെറുക്കന് പറ്റിപ്പോയി, ആ ചെറുക്കന് കയ്യബദ്ധമല്ല, ആ ചെറുക്കന് പറ്റി സംഭവങ്ങളൊക്കെ നടന്നുപോയി. ഇനിയിപ്പം ഈ കോടതി കയറി ഇറങ്ങി അതും സാക്ഷിയും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ആ പെങ്കൊച്ചിൻ്റെ ജീവിതം എന്തിനാ മുരടിപ്പിച്ച് കളയുന്നത്? ഈ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവുകയാണെങ്കിൽ കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ? അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ആക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പ്രഭാകരൻ പറഞ്ഞു, താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര നേരം ഞാൻ സാറേ സാറേ എന്നാണ് വിളിച്ചത്. ഇനി ഞാൻ ആ നാവ് കൊണ്ട് തന്നെ എന്നെ താനെന്നോ എടോന്നൊന്നും വിളിക്കാൻ ഇടയാക്കരുത്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. എൻ്റെ മകളെ ഈ അവസ്ഥയിൽ എത്തിച്ച് ഇതുപോലെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി തന്ന അവനെ ഞാൻ വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. എനിക്ക് അവൻ്റെ പേരിൽ എന്തൊക്കെ കേസ് ചാർജ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചാർജ് ചെയ്യും. ഈ പുറം ലോകം അവനെ കാണാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാകരൻ അവിടെ നിന്ന് പോകുന്നത്. പ്രഭാകരൻ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ പ്രഭാകരൻ്റെ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം ഉണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. കാരണം കേസിന് കയറി ഇറങ്ങണം, അവിടെ ഇറങ്ങണം, ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ പുള്ളിക്കാരന് തോന്നൂല്ലോ തൻ്റെ മകളെയും കൊണ്ട്, ഒരു പെണ്ണിനെയും കൊണ്ട്, പീഡനക്കേസിലെ ഇരയായ ഒരു പെണ്ണിനെയും കൊണ്ട് കോടതി തോറും കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ. അപ്പം അതൊക്കെ ആലോചിച്ച് കഴിയുമ്പം എന്താ ചിലപ്പം നമ്മുടെ പ്രഭാകരനൊന്ന് മാറ്റി ചിന്തിച്ചേക്കാം. ഏതായാലും ഇപ്പം മാറ്റി ചിന്തിക്കുന്നില്ല, നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഞാനത് കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോകണമല്ലോ. അലീനയ്ക്ക് ഒരു 2 ആഴ്ചയാണ് നമ്മുടെ വൈജ സമയം കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ വൈജയ്ക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ വൈജയ്ക്ക് എങ്ങോട്ടേക്ക് പോകണം, അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അലീനയ്ക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തിനെ കോളേജിൽ കൊണ്ടുവിടാനും മാനേജർ അച്ഛനെ കണ്ട് സംസാരിക്കാനും ഒക്കെ മുൻകൈ എടുത്ത് ഇറങ്ങുക തന്നെയാണ്. അങ്ങനെ രോഹിത്തിനോട് രാവിലെ കുളിച്ചൊരുങ്ങി നമുക്ക് പോകണം, അതുകൊണ്ട് രാവിലെ കുളിച്ചൊരുങ്ങണം, നീ ബാഗൊക്കെ ഇട്, നമുക്ക് സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. സ്കൂളിലേക്കല്ല, ആദ്യം മാനേജർ അച്ഛനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ എല്ലാവരോടും അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ അമ്മയോട് പോയി പറയണം സ്കൂളിൽ പോകുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമുണ്ടോ അലീന ചേച്ചി എന്ന് ചോദിച്ചപ്പം അതിൻ്റെ ആവശ്യമുണ്ട്. എടാ നിൻ്റെ അമ്മയല്ലേടാ, എന്താണെങ്കിലും നിന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ, അപ്പം പോകണം. നിന്നോടൊന്നും ഒരു ദേഷ്യമില്ല അമ്മയ്ക്ക്, നിന്നോടോ ബബിതയോടോ അതൊരു കൃഷ്ണമോളോടോ ഒന്നും അമ്മയ്ക്കൊരു ദേഷ്യമില്ല, മേഡത്തിനൊരു ദേഷ്യമില്ല. ദേഷ്യം മുഴുവൻ എന്നോടാണ്. നിങ്ങളിപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോകണം, പോയേ പറ്റൂ, പോയി അനുവാദം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രോഹിത്ത് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം എന്താ പതിവില്ലാതെ റൂമിലേക്കൊക്കെ ഒരു വരവ്? അല്ല, നിനക്ക് ഇങ്ങോട്ടേക്കൊന്നും വരണ്ടല്ലോ, എനിക്ക് എന്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നോ ഒന്നും അറിയണ്ടല്ലോ, ഇപ്പം നീ ആ അലീനയുടെ പുറകെ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും അമ്മ ഇതൊക്കെ തന്നെയല്ലേ എന്നോട് സംസാരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയുടെ അടുത്ത് വരാത്തത്. അമ്മയ്ക്ക് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ? അലീന ചേച്ചി എന്ത് ചെയ്തെന്നായി പറയുന്നത്? അലീന ചേച്ചി എന്താണ് അമ്മയോട് ചെയ്തത്? അലീന ചേച്ചി ഒന്നും അമ്മയോട് ചെയ്തിട്ടില്ല, അമ്മയുടെ തോന്നലാ, എല്ലാം അമ്മയുടെ തോന്നലാണെന്ന് പറഞ്ഞപ്പോൾ നീ കൂടുതൽ പഠിപ്പിക്കാൻ വരല്ലേ, നീ എൻ്റെ മോനല്ലേ, അല്ലാതെ നീ എൻ്റെ തള്ളയല്ലല്ലോ. അതുകൊണ്ട് ആദ്യം അമ്മമാർ പറയുന്നത് കേൾക്കണം. നിൻ്റെയൊക്കെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത്. അവളുണ്ടല്ലോ ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകുമ്പോൾ എല്ലാം പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയൊന്ന് നിർത്ത്, ഞാനിപ്പോൾ കോളേജിൽ പോവാം. ഞാൻ കോളേജിൽ പോകാൻ ആരാ കാരണം എന്നറിയാമോ? അതും അലീന ചേച്ചി തന്നെയാണ്. അയ്യോ, അവള് പിന്നെ ഭയങ്കര പതിവ്രതയാണല്ലോ. അവള് എല്ലാം ഇപ്പം ചെയ്തു വെച്ച് എടാ നിനക്കൊന്നും നാണമില്ലടാ. അവൾ ഇതൊക്കെ ചെയ്യുന്നത് അവൾ എന്തിനാണെന്ന് ഓർത്തോണ്ടാ. അവൾ എല്ലാവർക്കും നല്ല പിള്ളയായിട്ട് നിൽക്കണം, അതുകൊണ്ടാണ് അവൾ ഇത്ര എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ ഞാനിപ്പോൾ വന്നത് വേറൊന്നിനുമല്ല, ഞാൻ കോളേജിൽ പോവാം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം അച്ഛൻ ശ്രമിച്ചതാ, എന്നിട്ട് അവിടെ ചെന്നിട്ട് കോളേജിൽ എന്നെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കോളേജിൽ പോകുന്ന അലീന ചേച്ചി ഒരു ബലത്തിലാണ്. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന വേണം, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഏതായാലും പോയിട്ട് വാ എന്ന് ഒരു പുച്ഛത്തോടു കൂടി നമ്മുടെ ഇപ്പം എല്ലാം ശരിയാക്കി അവൾ കൈ തരും എന്ന ഒരു പുച്ഛത്തോടു കൂടിയാണ് അലീനയോടല്ല നമ്മുടെ വൈജ രോഹിത്തിനോട് പറയുന്നത്. അങ്ങനെ രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രോഹിത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അലീന റെഡിയായി എല്ലാം സെറ്റപ്പാക്കിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചു. ബബിതേനെയും കൃഷ്ണനെയും എല്ലാം ഏൽപ്പിച്ചു. കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബബിതേനെ കോളേജിൽ പറഞ്ഞു വിടാനായിട്ട് നീ ഇനിയിപ്പോൾ ലീവ് എടുക്കണ്ട, ചുമ്മാ ലീവ് എടുത്ത് ചുമ്മാ
നിൻ്റെ ഓരോ നോട്ട്സൊക്കെ കളയരുത്, എല്ലാം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകാനുള്ള സമയമൊക്കെ അടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് നീ എല്ലാം അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബബിതേനെയൊക്കെ ഏൽപ്പിച്ച് ബാലചന്ദ്രനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീന വരുന്നതിന് മുമ്പ് തന്നെ രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നിനക്കറിയാലോ, അവള് നമ്മുടെ ജീവിതം പടുത്തുയർത്താൻ, അല്ലെങ്കിൽ നിന്റെ ജീവിതമൊക്കെ പടുത്തുയർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവളുണ്ടായിട്ടാ ബബിത കോളേജിൽ പോയതും നിന്റെ ഈ ജീവിതം, ഒരു പുതിയ ജീവിതം നിനക്ക് കിട്ടാൻ പോകുന്നതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും അവളല്ല ശരണ്യ മൊഴിമാറ്റി പറഞ്ഞത് കൊണ്ടെന്നൊക്കെ പറഞ്ഞാലും അലീന ഉള്ളത് കൊണ്ടാണ് ശരണ്യ മൊഴിമാറ്റി പറഞ്ഞത്. അത് നീ മറന്നു പോകരുത്. അവൻ എപ്പോഴും ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും ഒരു ആത്മബന്ധവും നിനക്ക് അലീനയോട് ഉണ്ടായിരിക്കണം. ഇപ്പൊ കണ്ടോ നിന്നെ കൊണ്ടുപോകുന്നത്, നിന്നെ കൈ പിടിച്ച് നിന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരിത് അവൾക്ക് കൊടുക്കണം, ആ ഒരു സ്നേഹം അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛാ എനിക്കറിയാം, അലീന ചേച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അലീന ചേച്ചി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഞാൻ അലീന ചേച്ചിനെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ഹരിയുടെ കൂടെ കൂടി ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഞാൻ അനുഭവിച്ചു. ഇതിനകം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോവില്ല. അലീന ചേച്ചി ആരാന്ന് എനിക്കറിയാം, എന്താണെന്നൊക്കെ എനിക്കറിയാം. ഒരിക്കലും ഞാൻ ഇനി തെറ്റിലേക്ക് പോവില്ല അച്ഛാ. അലീന ചേച്ചിയുടെ കൂടെ തന്നെ കാണും. അലീന ചേച്ചി എന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അലീന ചേച്ചി കാരണമാണെങ്കിൽ ഞാൻ അലീന ചേച്ചിക്ക് എന്നും ഒരു കൂടപ്പിറപ്പായിട്ട് തന്നെ കൂടെ കാണും, ചേച്ചിയുടെ കൂടെ. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ അലീന ചേച്ചിനെ തള്ളി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രോഹിത്തും അലീനയും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ്, അതായത് ഇപ്പം സംസാരിച്ചത് രോഹിത്തിനോട് മാത്രമാണ്. അപ്പോൾ അലീന ഇറങ്ങി വന്നിട്ട് രണ്ടുപേരുടെ സംസാരമൊന്നും തീർന്നില്ലേ, പോകാൻ ടൈമായി. ഇപ്പം എന്തേ 9 മണിയായി. നമുക്ക് മാനേജർ അച്ഛനെ കണ്ടിട്ട് വേണം, അവിടെ നിന്ന് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് വേണം പിന്നെ അവിടുത്തെ മാനേജ്മെന്റ് എല്ലാവരെയും ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ടും പിന്നെ പ്രിൻസിപ്പാളിനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ടൈം പോയി, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, നല്ലത് മാത്രം സംഭവിക്കട്ടെ, നിന്റെ ആത്മവിശ്വാസം, നിനക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അലീന. ഇനിയിപ്പം ഞാനായിട്ട് പോയി നടന്നില്ല, നീ ആയിട്ട് തന്നെ പോയി നോക്കുക. കാരണം ഇവിടെ ഇപ്പം എല്ലാം നീ പറയുന്നത് പോലെയാണല്ലോ നടക്കുന്നത്, നീ പറയുന്നത് പോലെയാണ്, നീ മുൻകൂട്ടി പറഞ്ഞാലും അതുപോലെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ പോയിട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ അലീനയും രോഹിത്തിനെയും പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ. അങ്ങനെ ബാലചന്ദ്ര മേനോൻ അകത്ത് കയറി ചെല്ലുകയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വൈജ ഇതൊക്കെ കണ്ടിട്ട് ഒരു പുച്ഛഭാവത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. വൈജയ്ക്ക് ഇപ്പം കിട്ടും, ഇപ്പം അലീന ഒപ്പിച്ചു കൊടുക്കും. പിന്നെ അലീന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലീന അങ്ങോട്ട് ദൈവം തമ്പുരാൻ്റെ അടുത്ത ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ബാലചന്ദ്രൻ വന്നപ്പോഴത്തേക്ക് ഒരു പുച്ഛത്തോടു കൂടി ഒരു കിണിയൊക്കെ കിണിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും പെട്ടെന്ന് വൈജ് തിരിഞ്ഞു. അല്ല, നീ കഴിഞ്ഞ ദിവസം അലീനയെ പോയി കണ്ടെന്നോ, അലീനയോട് എന്തോ ഭീഷണിയുടെ തരത്തിൽ പറഞ്ഞെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാലചന്ദ്രനോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓ, നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷേ നീ അലീനോട് സംസാരിച്ചല്ലോ. എടി നീ വെറും ഭീരു അല്ലേ, ഭീരു. നീയേ എന്നോട് സംസാരിക്കുക, ആ പീറപ്പെണ്ണ അലീനോട് പോയി സംസാരിക്കേണ്ട കാര്യം എന്താ നിനക്ക്? അവളെ ഭീഷണിപ്പെടുത്തി അവളെ ഇവിടുന്ന് പറഞ്ഞു വരേണ്ട കാര്യം എന്താ നിനക്കുള്ളത്? നീ എന്നോട് നേരിട്ട് മുട്ടാൻ നോക്ക്, നീ എന്നോട് നേരിട്ട് കളിക്കാൻ നോക്ക്. ആരോരും ഇരുവില്ലാത്ത അവളോടല്ല നീ മുട്ടാൻ നോക്കേണ്ടത്, നീ എന്നോട് കളിക്കാൻ നോക്ക്, നീ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ബാലചന്ദ്ര, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് അലീനയോട്. അലീന 2 ആഴ്ചയ്ക്കുള്ളിൽ പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങുന്നു. അപ്പോഴത്തേക്ക് നീ പടി ഇറങ്ങിക്കോ, അല്ലെങ്കിലും നിന്നോട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോ? എടി, നിന്റെ മക്കൾക്ക് എട്ടും പൊട്ടും തിരിയാത്ത നിന്റെ മക്കൾക്ക് കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ബോധം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വിവരവും വിദ്യാഭ്യാസമുള്ള നിനക്കിത് മനസ്സിലായില്ലെങ്കിലേ ഇനിയിട്ട് മനസ്സിലാകാനും പോകുന്നില്ല. പിന്നെ മനസ്സിലാകേണ്ട ഒരു സമയം വരും. അത് ബാലചന്ദ്രൻ കൂടുതൽ പറയുന്നുമില്ല, പറയിപ്പിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. വെറും പുച്ഛത്തോടു കൂടി തന്നെ ബാലചന്ദ്രനും അങ്ങ് പോയി. നമ്മുടെ വൈജി ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടിപൊളി വിശേഷങ്ങളാണ്. നമ്മുടെ അലീനയുടെ അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ എന്നും ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് പേജ് ഉണ്ട്. അപ്പം അതിനകത്തുമൊക്കെ നമ്മളിപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ.